correct form of the verb in simple present tense, perfect tense. അതായത് എന്നാലും നമ്മൾ പഠിച്ചില്ല, ഇന്നത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എക്സസൈസാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഇതാ ബ്രാക്കറ്റിൽ ലുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഓൾ മോർണിംഗ് ഫോർ ഹർ സ്പെക്ടക്കിൾസ് ഷീ ടിൽ കാൺ ഫൈൻഡ് ദം. അപ്പോൾ എന്താ വരിക? ഫില്ലിൻ്റെ ബ്ലാങ്ക്സിൽ എന്താ വരിക? ഈ ലുക്ക് എന്നുള്ളത് ലുക്ഡ് എന്ന് വരും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കൊടുത്തത്. അപ്പോൾ എന്ത് വരും? ഹാസ് ലുക്ഡ് എന്ന് വരും. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ വിൻഡ് ബ്രാക്കറ്റിൽ ബ്ലോ ഡാഷ് എവേ അവർ ഡ്രൈയിങ് കർട്ടൺ ലെറ്റ്സ് ഗോ ഗെറ്റ് ഇറ്റ്. അപ്പം ബ്ലോ എന്നുള്ളത് ബ്ലോൺ എന്നാവും. അപ്പം സിമ്പിൾ പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഹാസ് ബ്ലോൺ എന്ന് വരും. ഓക്കെ. ബ്ലോ എന്നുള്ളത് ബ്ലോൺ എന്ന് വരും. ബ്ലോൺ എന്ന് വരും. BLOWN എന്ന് വരും. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ പറയുക? സിൻഡി ബ്രാക്കറ്റിലെ ബ്രേക്ക് ഹാസ് ബ്രോക്കൺ എന്നാണ്. ബ്രേക്ക് എന്നുള്ളത് ബ്രോക്കൺ എന്ന് വരും. ബ്രേക്ക് എന്നുള്ളത് ബ്രോക്കൺ എന്ന് വരും. ഹെയർ ലെഗ് ഓൺ ദ സ്കിപ്പി സ്ലോപ്പ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ സിറ്റി ബ്രാക്കറ്റിൽ എലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് റെസിഡൻസ് ടു ഷൂട്ട് ഓഫ് ഫയർ വർക്ക്സ് ഈച്ച് ഇയർ ഓൺ ദീപാവലി. എലോ എന്നുള്ളത് അലൗഡ് എന്ന് വരും. ED ഫോമിലേക്ക് വരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ സൺ റൈസ് ഹാസ് റൈസൺ എന്നാവും. റൈസ് എന്നുള്ളത് റൈസൺ എന്ന് വരും. RISEN ആസ് റൈസൺ എന്നാവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആർമി ബാറ്റിൽ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താ ഫില്ലിംഗ് ബ്ലാങ്ക്സിൽ എന്ത് വരും? അപ്പം ബാറ്റിൽ എന്നല്ല ബാറ്റിൽഡ് ED ഫോമിലേക്ക് വരും. ആസ് ബാറ്റിൽഡ് എന്ന് വരും. ദ എനിമി ഫോർ ദ 2 weeks. ദ പ്രിൻസിപ്പൽ ഇൻട്രൊഡ്യൂസ് എന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹാസ് ദ ഡാഷ് ദ ന്യൂ ടീച്ചർ. അപ്പം എന്താ വരിക? ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് ED ഫോം വരും ആൻസറിൽ. ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് വരും. ദ ജഡ്ജ് ബ്രാക്കറ്റിൽ ലിസൺ ഡാഷ് ടു ഓൾ ഓഫ് ദ എവിഡൻസ് യൂസ്ഡ് വെൻ we are talking about action that has got over. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ആക്ഷനെയാണ് സെൻറ്റൻസസിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസസ് നോക്കാം. ടെക്സ്റ്റ് നമ്പർ പേജ് 86 fill in the blanks with the correct form of the verb in simple present perfect tense. അതായത് ഫസ്റ്റ് സെൻറ്റൻസ്. രാജു ഡാഷ് ടു സ്കൂൾ സിൻസ് ക്ലാസ് 1. ഹീ ഈസ് ഇൻ ക്ലാസ് 5 now. അപ്പം വാക്ക് എന്നുള്ളത് എന്ത് വരും? കഴിഞ്ഞ കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പം എന്താ പറയുക? ഹാസ് വാക്ക്ഡ് എന്ന് വരും. അപ്പം എന്താ പറയുക? ഹാസ് വാക്ക്ഡ്. ഹാസ് വാക്ക്ഡ് എന്ന് വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗേൾസ് ഫിനിഷ് ബ്രാക്കറ്റിൽ ഫിനിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് ക്ലീനിങ് ദെയർ റൂംസ് നൗ ദേ ക്യാൻ ഗോ ഷോപ്പിംഗ്. അപ്പോൾ എന്താ വരിക? മറ്റേ ഫസ്റ്റ് സെൻറ്റൻസിൽ ഹാസ് വാക്ക്ഡ് എന്ന് വരിക. ഇതിൽ ഹാവ് ഫിനിഷ്ഡ് എന്ന് വരും. ഹാസ് ഫിനിഷ്ഡ് എന്ന് വരില്ല. അപ്പോൾ ഹാവ് ഫിനിഷ്ഡ് എന്നാണ് വരിക. മൂന്നാമത്തെ സെൻറ്റൻസ്. അവർ മെയ്ഡ് ഡാഷ് ബ്രാക്കറ്റിൽ അറൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. കുത്ത് ഫുൾ സ്റ്റോപ്പ്. പ്ലീസ് ആൻസർ ദ ഡോർ. അവർ മെയ്ഡ് ഹാസ് അറൈവ്ഡ് എന്നാണ് വരിക. അടുത്ത സെൻറ്റൻസ് ക്വസ്റ്റ്യൻ. ദ ഗുപ്ത ഡാഷ് പ്രിപ്പയർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലോട്ട് ഓഫ് ഫുഡ് ഫോർ ദ പാർട്ടി. ഇറ്റ് ലുക്സ് ഡിലിഷ്യസ്. പിന്നെ അപ്പോൾ എന്താ വരും? ഹാവ് പ്രിപ്പയർഡ്. ഹാസ് പ്രിപ്പയർഡ് എന്നല്ല, ഹാവ് പ്രിപ്പയർഡ് എന്നാണ് വരിക. ധീരജി's ഫ്ലൈറ്റ് ഫ്രം ചെന്നൈ ബ്രാക്കറ്റിൽ ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. വി ഷുഡ് സീ ഹിം എനി മിനിറ്റ്. ഹാസ് ലാൻഡഡ് എന്നാണ് വരിക. ദ ബാങ്ക് ഓഫീസർ ഡാഷ് ബ്രാക്കറ്റിൽ സജസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ദ മീറ്റിംഗ് ബി ഷെഡ്യൂൾഡ് ഫോർ ദ വെനസ്ഡേ മോർണിംഗ്. ഹാസ് സജസ്റ്റഡ് എന്ന് വരും.
അടുത്ത ക്വസ്റ്റ്യൻ, ദ പോലീസ് ബ്രാക്കറ്റിൽ അറസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 2 men ഫോർ ദ റോബറി. അപ്പോൾ എന്ത് വരും? ദ പോലീസ് ഹാസ് അറസ്റ്റഡ് എന്നാ വരിക. ഹാസ്, ഹാവ് അല്ല, ഹാസ്. ദ മെഡിസിൻ ഡാഷ് റോഹൻസ് ഹിൽനസ്.